ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ മധ്യനിര താരമായ ഡാനിലോ തകർപ്പൻ പ്രകടനമാണ് ഈ സീസണിൽ പുറത്തെടുക്കുന്നത്. ബോട്ടഫോഗോയ്ക്ക് വേണ്ടി ബ്രസീലിയൻ ലീഗിൽ 12 മത്സരങ്ങൾ കളിച്ച താരം 7 ഗോളുകളും 2 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരു മിഡ്ഫീൽഡറാണ് ഇത്രയധികം ഗോളുകൾ നേടുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഒരുപാട് ക്ലബ്ബുകൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ESPN ഇതുമായി ബന്ധപ്പെട്ട ചില റൂമറുകൾ പങ്കുവച്ചിട്ടുണ്ട്. 4 ക്ലബ്ബുകളാണ് ഇപ്പോൾ ഡാനിലോക്ക് വേണ്ടി ശ്രമിക്കുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ന്യൂകാസിൽ യുണൈറ്റഡ് 2 ക്ലബ്ബുകൾക്കും ഡാനിലോയിൽ താല്പര്യമുണ്ട്. അതുപോലെ തന്നെ ബ്രസീലിയൻ വമ്പന്മാരായ പാൽമിറാസും ഫ്ലമംഗോയും താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ 4 ക്ലബ്ബുകൾ അദ്ദേഹത്തിന് വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ന്യൂകാസിൽ യുണൈറ്റഡിന് മുന്നിൽ 2 തടസ്സങ്ങളാണ് പ്രധാനമായും ഉള്ളത്. താരത്തിന് വേണ്ടി 40 മില്യൺ യൂറോയാണ് ഇപ്പോൾ ബോട്ടഫോഗോ ആവശ്യപ്പെടുന്നത്. ഇത്രയധികം തുക താരത്തിന് വേണ്ടി ചിലവഴിക്കണോ എന്ന കാര്യത്തിൽ ന്യൂകാസിൽ യുണൈറ്റഡിന് ഇപ്പോൾ സംശയങ്ങൾ ഉണ്ട്. അതുമാത്രമല്ല, യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു ക്ലബിലേക്ക് പോവാനാണ് ഇപ്പോൾ ഡാനിലോക്ക് താല്പര്യം. അതും ന്യൂകാസിൽ യുണൈറ്റഡിന് ഒരു തടസ്സമായി കൊണ്ട് നിലകൊള്ളുന്നുണ്ട് എന്നാണ് ESPN ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നേരത്തെ ഇദ്ദേഹത്തിന്റെ മൂല്യം 30 മില്യൺ യൂറോ ആയിരുന്നു. പക്ഷേ ബ്രസീലിന്റെ വേൾഡ് കപ്പ് ടീമിൽ ഇടം നേടിയതോടുകൂടി, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രകടനം ഈ സീസണിൽ മെച്ചപ്പെട്ടതോടുകൂടി ബോട്ടഫോഗോ അദ്ദേഹത്തിന്റെ പ്രൈസ് ഉയർത്തുകയായിരുന്നു. അങ്ങനെയാണ് 40 മില്യൺ യൂറോയിലേക്ക് അദ്ദേഹത്തിന്റെ വില എത്തിയിട്ടുള്ളത്. ഏതായാലും വേൾഡ് കപ്പിന് ശേഷം മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട ഒരു ക്ലബിൽ ഡാനിലോയെ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം അദ്ദേഹം നടത്തും എന്നാണ് ബ്രസീലിയൻ ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.